തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പന്തീരാങ്കാവ് പെരുമണ്ണയിൽ ജയം ബബിത എന്ന സ്ഥാനാർത്ഥിക്കെന്നാണ് മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നത്. ബബിതയെ ജയിപ്പിക്കാൻ അരയും തലയും മുറുക്കി മുന്നണികൾ രംഗത്തുണ്ട്. ബബിതയെ ജയിപ്പിക്കാൻ LDFും ബബിതയെ ജയിപ്പിക്കാൻ UDFും ബബിതയെ ജയിപ്പിക്കാൻ NDAയും പരസ്പരം വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ വട്ടം ചുറ്റുന്നത് അവിടുത്തെ വോട്ടർമാരാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യാദർശികതകൾക്ക് ഒട്ടും കുറവില്ല. അങ്ങനെയൊരു യാദർശികതയാണ് പെരുമണ്ണയിലെ നാട്ടുകാരോട് വന്ന് ആര് ജയിക്കും എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും ബബിത ജയിക്കുമെന്ന്. പക്ഷേ ഏത് ബബിത എന്ന് ചോദിച്ചാൽ ഒരല്പം പ്രശ്നമാകും. കാരണം 3 ബബിതമാരും ഒരു ബബിതയുമാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പഞ്ചായത്തിന്റെ 11ാം വാർഡിലേക്കും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പെരുമണ്ണ ഡിവിഷനിലേക്കുമാണ് ഇവർ മത്സരിക്കുന്നത്. തങ്ങളുടെ വാർഡുകളിൽ നാട്ടുകാരെ കണ്ടും വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ചും തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ് ബബിതമാർ. ഞങ്ങൾ 3 ആള് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. ഒരു അഡ്വക്കറ്റ് ബബിത വേറെ തന്നെയാണ്. ഓരപ്പോൾ അടുത്താണ് പരിചയമായത്. സാഹചര്യം പെട്ടെന്നേനു. ചിഹ്നത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് അതൊരു പ്രശ്നമാവും തോന്നുന്നില്ല. പെരുമണ്ണ ഡിവിഷനിൽ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ 2 പേരും ബബിതമാരാണ്. LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ബബിത തന്നെ. കേട്ടപ്പോൾ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്നാലും നമ്മളെ സ്വന്തം പോലെ നിൽക്കുന്നവർ തമ്മിലുള്ള ഒരു മത്സരം തന്നെയാണ് ഇത് ശരിക്കും. പക്ഷേ ഞങ്ങൾക്കതിൽ പ്രതീക്ഷയാണ്, വികസനം വരും, ഞങ്ങൾ ജയിക്കും. വീടുകൾ കയറി ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഒരു അനുകൂലമല്ലാത്തൊരിതും ഞങ്ങൾ കാണുന്നില്ല. എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്. അത്രയ്ക്കും വികസനം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ. ആ വിശ്വാസം തന്നെ തലയെടുപ്പോട് കൂടി തന്നെയാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്. പേരിനോടല്ല, പക്ഷേ ഞങ്ങൾ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഇത് നോക്കിയപ്പോൾ ചെറിയൊരു തോന്നിയിരുന്നു. പക്ഷേ അവർ ഞങ്ങളോട് നല്ല സപ്പോർട്ടായി നിന്നപ്പോൾ അതിലിപ്പോൾ ഒരു വിഷയം തോന്നില്ല. ഇതിനു പുറമെയാണ് പഞ്ചായത്തിന്റെ 11ാം വാർഡിലേക്കും ബബിതമാരുടെ കടന്നുകയറ്റം. അഡ്വക്കേറ്റ് P ബബിതയും മത്സര രംഗത്തുണ്ട്. സാധാരണ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ അപരന്മാർ രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കും തലവേദനയാണ്. എന്നാൽ ഇവിടെ സ്ഥാനാർത്ഥികൾ തന്നെ സമാന പേരുകളിൽ മത്സരത്തിനെത്തുമ്പോൾ ആശങ്കയും ഒട്ടും കുറവല്ല. എല്ലാവർക്കും ഇപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു കൺഫ്യൂഷനായി വന്നിട്ടുണ്ട്. 4 ബബിതമാരുള്ളതുകൊണ്ട് ഞങ്ങൾ കുറേ മുന്നേ പരിചയമുള്ളതാണ്. ഈ ബബിത എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബബിത കുറേ വർഷങ്ങളായിട്ട് അറിയുന്നത്. അതേപോലെ തന്നെ 11ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബബിതേനെ അറിയാം. സ്ഥാനാർത്ഥികളിൽ പലരും അടുത്തറിയുന്നവരും സുഹൃത്തുക്കളുമാണ്. സൗഹൃദം വേറെ, രാഷ്ട്രീയം വേറെ എന്ന നിലപാടിലാണ് മത്സരം കനക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ പേരിൽ സാമ്യം കടന്നുകൂടിയതോടെ രാഷ്ട്രീയ കക്ഷികളാകട്ടെ സ്ഥാനാർത്ഥികളാകട്ടെ തെല്ലൊരു ആശങ്കയിലാണ്. പക്ഷേ ഒരു പേരിൽ എന്തിരിക്കുന്നു, ചിഹ്നത്തിലല്ലേ കാര്യമെന്നാണ് സ്ഥാനാർത്ഥികൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിഹ്നം പറഞ്ഞാണ് വോട്ടുപിടുത്തവും. ചിഹ്നം ഫലം കാണുമെന്ന വിശ്വാസവുമുണ്ട്. ക്യാമറാമാൻ അനൂപസ് നായരനും അഖിലിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.